മുരളി നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ രാത്രിമഴ. ഞാനിനി ജീവിക്കില്ല, മരിച്ചു കളയും. അർച്ചനയുടെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്താതെ രേവതി വിതുമ്പി പൊട്ടി. അർച്ചനയുടെ മനസ്സ് നടുങ്ങി. അവളുടെ മുഖം കൈകളിലെടുത്ത് ഉയർത്തി. അശ്രുകലുഷിതമായിരുന്നു ആ മുഖം. രേവതിയാണോ അതെന്ന് പോലും അർച്ചന സംശയിച്ചു. എന്താ മോളെ നിനക്ക് സംഭവിച്ചത്? അവൻ നിന്നെ ചതിച്ചോ? അർച്ചനയുടെ ഒച്ച പതറി. രേവതി അർച്ചനയെ നോക്കി കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു. അവൾ കളങ്കപ്പെട്ടെന്ന് തന്നെ അർച്ചന ഉറപ്പിച്ചു. നീ നശിച്ചു പോയോ? അർച്ചനയുടെ നെഞ്ചു പൊട്ടി. ഇല്ല ചേച്ചി. പക്ഷേ രേവതിക്ക് പൂർത്തിയാക്കാനായില്ല. തെല്ലാശ്വാസം അർച്ചനയ്ക്കുണ്ടായി. അവൻ നിന്റെ ഫോട്ടോ എടുത്തോ? ഞാനറിയാതെ ഞാൻ ഡ്രസ് മാറുന്ന വീഡിയോ അവൻ എടുത്തു. അത് വെച്ച് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക. രാത്രി ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ ആ വീഡിയോ നെറ്റിലിടുമെന്ന്. കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. എവിടെ വെച്ചാ അവനതെടുത്തത്? അവൻ്റെ വീട്ടിൽ വെച്ച്. അവൻ എന്നെ സ്നേഹിക്കുകയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ആ മോതിരം മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞതോടെ അവൻ്റെ ഭാവം മാറി. ചതിയന അവൻ. അവനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. രേവതി നെഞ്ചു പൊട്ടി കരഞ്ഞു. എനിക്കെല്ലാം അറിയണം. എന്താ ഉണ്ടായതെന്ന് ഇനിയും മറച്ചു വെക്കാതെ നീ എന്നോട് പറ. നിന്റെ കൂടെ ഞാനുണ്ട് മോളെ. രേവതി കണ്ണും കവിളും തുടച്ചു. അർച്ചന അവളെ കട്ടിലിൽ പിടിച്ചിരുത്തി. സജി സെൽഫോൺ തന്നതും പിന്നാലെ ചുരിദാറും മോതിരവും സമ്മാനിച്ചതുമെല്ലാം അവൾ പറഞ്ഞു. കരകയറാനാവാത്ത ചുഴിയിൽ അവൾ പെട്ടുപോയെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി ഞാൻ ഇറങ്ങിച്ചെല്ലാതായപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ അവൻ ഫേസ്ബുക്കിലിട്ടു. ഈശ്വര! രേവതി ഫോണെടുത്ത് വാട്സാപ്പും ഫേസ്ബുക്കും ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. അർച്ചന സ്തബ്ധയായിരുന്നു. ഇന്ന് രാത്രി കൂടി അവൻ സമയം തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ വീഡിയോ യൂട്യൂബിൽ കയറ്റിവിടുമെന്ന് അവൻ പറഞ്ഞു. അത് ഭീഷണിയൊന്നുമല്ല ചേച്ചി. അവനത് ചെയ്യുമെന്ന് ഉറപ്പാ. രേവതി വിറച്ച് വിറച്ച് കരയാൻ തുടങ്ങി. ഇന്നലെ രാത്രി ചിറ്റപ്പൻ വന്നില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോകുമായിരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി? അർച്ചന നടുക്കത്തോടെ അവളെ നോക്കി. ഒരിക്കൽ ചെന്നാൽ എല്ലാം അവസാനിക്കുമെന്നാണോ മോളെ നീ കരുതിയത്? അവനത് വീണ്ടും ആവർത്തിക്കും. നീ എന്താ അത് ഓർക്കാതെ പോയത്? ശരിക്കും അവൻ്റെ ട്രാപ്പിൽ കുടുങ്ങുന്നത് അപ്പോഴാ. ഒരു ഞെട്ടൽ രേവതിയുടെ മുഖത്തുണ്ടായി. ഈശ്വരനാ നിന്നെ രക്ഷിച്ചത്. പക്ഷേ അവൻ അടങ്ങിയിരിക്കില്ല. അവൻ്റെ കൂട്ടുകാർക്കെല്ലാം അത് കാണിച്ചു കൊടുക്കും. എൻ്റെ ജീവിതം അവസാനിച്ചു. ഈശ്വരൻ എനിക്ക് തന്ന ശിക്ഷയായത്. ചേച്ചിയെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അർച്ചന അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. നീ എൻ്റെ അനിയത്തിയല്ലേ മോളെ? ചേച്ചിക്കൊരു പരിഹാരവും തോന്നുന്നില്ലേ? രേവതി യാചിച്ചു. നീ ഡ്രസ്സൊന്ന് മാറ്, നമുക്കൊരിടം വരെ പോണം. അർച്ചന എഴുന്നേറ്റു. അയ്യോ, പോലീസ് സ്റ്റേഷനിലേക്കാണോ ചേച്ചി? ഭീതിയോടെ രേവതി എഴുന്നേറ്റു. അല്ല, അവൻ്റെ വീട്ടിലേക്ക്. എനിക്ക് അവനെ ഒന്ന് കാണണം. രേവതിക്കൊന്നും മനസ്സിലായില്ല. വേഗം വേണം. കുഞ്ഞമ്മയും അമ്പിളിയും തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്കങ്ങ് എത്തണം. നീ ധൈര്യമായിരിക്കെ. നിന്റെ കൂടെ ഞാനില്ലേ? ആ ഫോണും ചുരിദാറും കൂടി എടുത്തോ. രേവതിക്ക് ഭയമാണുണ്ടായത്. അർച്ചന മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അർച്ചന ധൃതിയിൽ സാരി ചുറ്റി വന്നപ്പോൾ ഡ്രസ് മാറി രേവതിയും വന്നു. അവളുടെ കയ്യിൽ ഒരു കവർ കൂടി ഉണ്ടായിരുന്നു. പോകണോ എന്നൊരു ഭാവമായിരുന്നു അവളുടെ മുഖത്ത് കണ്ടത്. വാതിൽ ചാരിയിട്ട് രേവതിയെയും കൂട്ടി അർച്ചന മുറ്റത്തേക്ക് ഇറങ്ങി. റസാഖ് മുക്കിലൂടെ രണ്ടുപേരും നടന്നു പോകുന്നത് കടയിലിരുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സജിയുടെ വീടിൻ്റെ മുന്നിൽ അവരെത്തി. മുറ്റത്ത് അവൻ്റെ ബൈക്ക് ഇരിക്കുന്നത് കണ്ടു. അവൻ ഇവിടെയുണ്ട്, രേവതി പറഞ്ഞു. ഗേറ്റ് തുറന്ന് രണ്ടുപേരും അകത്ത് കടന്നു. അർച്ചന കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. രേവതിയുടെ നെഞ്ചിടിപ്പ് ഏറിക്കൊണ്ടിരുന്നു. വാതിൽ തുറന്നത് പ്രിയങ്കയായിരുന്നു. പുറത്ത് രേവതിയെയും അർച്ചനയെയും കണ്ടപ്പോൾ പ്രിയങ്കയുടെ മുഖത്ത് വെറുപ്പ് ഇരച്ചു കയറി. എന്താ? അനിഷ്ടത്തോടെ പ്രിയങ്ക ചോദിച്ചു. നിങ്ങളെ ഒന്ന് കാണാനാ വന്നത്, അർച്ചന പറഞ്ഞു. എന്താ പറയാനുള്ളത്? അത് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. അർച്ചനയുടെ മറുപടി പ്രിയങ്കയ്ക്ക് രസിച്ചില്ല. നിന്നെ ഒന്നും വീട്ടിനുള്ളിൽ കേട്ടാൻ കൊള്ളില്ല. അതിന് മാത്രമുള്ള അനുഭവം ഞങ്ങൾക്കുണ്ടായി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞേച്ചു പോ. ഞാൻ വാതിലടയ്ക്കും. പ്രിയങ്ക വാതിലിൽ പിടിച്ചു. വാതിലടയ്ക്കാൻ വരട്ടെ? അങ്ങോട്ട് മാറി നിൽക്ക്. അർച്ചന പ്രിയങ്കയെ തള്ളിമാറ്റി വീട്ടിലേക്ക് കയറി. പിന്നാലെ രേവതിയും കയറി. പ്രിയങ്ക കോപം കൊണ്ട് വിറച്ചു. എടി, നീയൊക്കെ എന്താ കാട്ടുന്നത്? മോനെ, എടാ സജി! പ്രിയങ്ക ഉറക്കെ വിളിച്ചു. വാതിൽ തുറന്ന് സജി പുറത്തു വന്നു. രേവതിയെ കണ്ടതും ശക്തിയായി അവൻ ഞെട്ടി. ദേ, ഈ കള്ളികൾ എന്നെ തള്ളി മാറ്റി വീട്ടിനുള്ളിൽ കയറിയടാ. കള്ളികളോ? എന്താ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ മോഷ്ടിച്ചത്? അർച്ചന ചോദിച്ചു. നീയല്ല,
ഇവൾ. പ്രിയങ്ക രേവതിയുടെ നേരെ വിരൽ ചൂണ്ടി. രേവതിയുടേത് എന്തിനുള്ള വരവാണെന്ന് സജിക്ക് മനസ്സിലായില്ല. എങ്കിലും കൂസാതെ അവൻ നിന്നു. നിന്റെ മൊബൈൽ മോഷ്ടിച്ചത് ഇവളല്ലേടാ? അതേ അമ്മേ, അവൻ ഉറപ്പായി പറഞ്ഞു. അർച്ചന രേവതിയുടെ നേരെ കൈ നീട്ടി. ആ ഫോൺ ഇങ്ങെടുക്ക്. രേവതി കവറിനുള്ളിൽ നിന്ന് ഫോൺ എടുത്തു കൊടുത്തു. സജിക്കൊരു പകപ്പുണ്ടായി. പ്രിയങ്ക അമ്പരന്നു. എടാ, ഇതല്ലേ നിന്റെ ഫോൺ? ആ അതെ. പിടിക്കപ്പെടുമെന്നായപ്പോൾ കൊണ്ടുവന്നതാ അമ്മേ. സമ്മതിച്ചല്ലോ. പക്ഷേ ഇവൾ ഇവിടുന്ന് മോഷ്ടിച്ചതൊന്നുമല്ല. നിങ്ങളുടെ മോൻ പ്രലോഭിപ്പിച്ച് എൻ്റെ അനിയത്തിയെ അടിച്ചേൽപ്പിച്ചതാ, അർച്ചന പറഞ്ഞു. പച്ചക്കള്ളമ്മ അമ്മേ, ഞാനെന്തിന് ഈ കള്ളിക്ക് കൊടുക്കണം? അവൻ ഫോൺ പിടിച്ചു വാങ്ങാൻ മുന്നോട്ട് വന്നു. അതിങ്ങെടുക്കടി, തൊട്ടുപോകരുതെന്നെ. അർച്ചനയുടെ മട്ടുമാറി. അവൻ പിൻവാങ്ങി. ഫോൺ മോഷ്ടിച്ചിട്ട് കള്ളം പറയുക അമ്മേ, ഞാൻ പോലീസിനെ വിളിക്കട്ടെ? അവൻ അകത്തേക്ക് കയറാൻ ഭാവിച്ചു. പോലീസ് എന്ന് പറഞ്ഞ് നീ ആരെയാടാ പേടിപ്പിക്കുന്നേ? ഞങ്ങളോട് വേണ്ട. ഇവളുടെ അച്ഛൻ ഒരു പോലീസ് സൂപ്രണ്ടിൻ്റെ ഡ്രൈവറാ. ഇവളെ മുക്കുപണ്ടം പണയപ്പെടുത്തിയെന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചിട്ടെന്തായി? പിയുടെ വിളി മുകളിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു വിട്ടില്ലേ? നീ വിളിക്കടാ. നിന്റെ കയ്യിലുള്ള പോലീസുകാരെ, അവരും കൂടി വരുന്നത് ഒരു കണക്കിന് നല്ലതാ. സജിക്കൊരു പതർച്ചയുണ്ടായി. ഈ ഫോൺ നീ ഇവൾക്ക് കൊടുത്തതാണോ അതോ ഇവൾ ഇവിടുന്ന് മോഷ്ടിച്ചതാണോ? അർച്ചന ചോദിച്ചു. അവൾ മോഷ്ടിച്ചത് തന്നെ. അവൻ സമ്മതിക്കാൻ തയ്യാറായില്ല. പിന്നെങ്ങനെ നീ അയച്ച മെസ്സേജും കുറേ വൃത്തികെട്ട ചിത്രങ്ങളും ഇതിൽ വന്നു? സജിക്ക് ഉത്തരം മുട്ടി. കള്ളം പറയാൻ നോക്കണ്ട. ഇന്നലെ രാത്രി നീ അയച്ച മെസ്സേജ് വരെ ഇതിലുണ്ട്. അതയച്ചത് നീയല്ലെന്ന് പറയാൻ ഉദ്ദേശമുണ്ടോ? പ്രിയങ്ക മിഴിച്ചു നിന്നു. അർച്ചന പ്രിയങ്കയുടെ നേരെ തിരിഞ്ഞു. ഇനി നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി കേൾക്കണം. അതിങ്ങെടുക്കടി. കവറിനുള്ളിൽ നിന്ന് രേവതി ചുരിദാർ എടുത്തു കൊടുത്തു. ഇത് കണ്ടോ? നിങ്ങളുടെ മോൻ ഇവൾക്ക് സമ്മാനിച്ചതാ. തീർന്നില്ല. സ്വർണമെന്ന് പറഞ്ഞ ഒരു മോതിരവും കൊടുത്തു. പണത്തിന് കുറച്ച് ആവശ്യം വന്നപ്പോൾ അവൾ അത് പണയം വെക്കാൻ നോക്കി. അങ്ങനെയാ ഇവളെ പോലീസ് പിടിച്ചത്. നിങ്ങളുടെ മോനാ മുക്കുമണ്ട ഇവൾക്ക് കൊടുത്തത്. ഒന്നാം പ്രതി ഇവനാ ആകേണ്ടിയിരുന്നത്. പ്രിയങ്ക നടുക്കം കൊണ്ടു. അമ്മേ, ഇതൊന്നും വിശ്വസിക്കരുത്. ഈ കള്ളികളെ നുണയാ പറയുന്നേ. അവൻ ഇടയ്ക്ക് വീണു. മോനെ സജി, നിന്റെ കളിയൊന്നും ഞങ്ങളോട് വേണ്ട. ഈ കാടിന് പുറത്തുള്ള ലോകം കണ്ടവരാ ഞങ്ങൾ. നീ അയച്ച മുഴുവൻ മെസ്സേജും ഈ ഫോണിലുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മോൻ്റെ ഒപ്പം നിന്ന് കേൾക്കാൻ അത്ര സുഖമുണ്ടാവില്ല. മോതിരവും ചുരിദാറും ഫോണും സമ്മാനിച്ചതെല്ലാം ഇതിലുണ്ട്. അർച്ചന പരിഹസിച്ചു. തീ പാറുന്ന കണ്ണോടെ പ്രിയങ്ക മകനെ നോക്കി. ഇവൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങളുടെ മകൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇവനും അകത്തു പോയേനെ. നിഷേധിക്കാനൊന്നും പറ്റില്ല. തെളിവിതാ ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രിയങ്കയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അർച്ചന ചുരിദാർ പ്രിയങ്കയുടെ നേരെ എറിഞ്ഞുകൊടുത്തു. മൊബൈലിൽ ധൃതിയിൽ കുത്തി അവൻ വാട്സപ്പിൽ അയച്ച രേവതിയുടെ ചിത്രം പ്രിയങ്കയുടെ നേരെ നീട്ടി. നോക്ക്, ഇവളുടെ ഫോട്ടോയോ ഇത്? നിങ്ങളുടെ മകൻ ഇവൾക്ക് തന്നെ അയച്ചു കൊടുത്തത്. പ്രിയങ്ക തരിച്ചു നിന്നു. പ്രശ്നം വഴിവിട്ടു പോവുകയാണെന്ന് സജിക്ക് തോന്നി. ഇത് ഇവൻ എങ്ങനെ എടുത്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയം ആ ചുരിദാർ ഇവൾക്ക് കൊടുത്തിട്ട് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു. ഇവൾ കയറിയ മുറിയിൽ ഇവൻ ഒരു ഹാൻഡി ക്യാം ഓൺ ചെയ്തു വെച്ചിരുന്നു. 2 തവണ ഇവൾ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഈ പട്ടിയുടെ കയ്യിലുണ്ട്. അർച്ചന വിറച്ചു. ഇല്ല, പച്ചക്കള്ളം. അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്. അവൻ എതിർത്തു. ഛീ, നാവടയ്ക്കട നായേ. അർച്ചന പൊട്ടിത്തെറിച്ചു. രേവതി സ്തംഭിച്ചു നിന്നുപോയി. അർച്ചനയ്ക്ക് ഇങ്ങനെയൊരു മുഖമോ? ഇത് കണ്ടോ? ഇവളുടെ ഫോട്ടോ ഇവൻ ഫേസ്ബുക്കിൽ കയറ്റിവിട്ടത്. ഈ ഒരൊറ്റ തെളിവ് മതി ഇവനെ ഞങ്ങൾക്ക് ജയിലിലേക്ക് പറഞ്ഞുവിടാൻ. പ്രിയങ്കയ്ക്ക് ശരീരം കുഴിയുന്നത് പോലെ തോന്നി. വീഡിയോ നെറ്റിൽ വിടുമെന്ന് പറഞ്ഞ് ഇവൻ ഇവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. രാത്രി വീടിന് പുറത്തിറങ്ങി ചെല്ലാൻ അവൾ അനുസരിക്കാതെ വന്നപ്പോഴാ ഫോട്ടോ ഫേസ്ബുക്കിൽ വിട്ടത്. ഇനി വീഡിയോ വിടുമത്രേ. അങ്ങനെയൊരു വീഡിയോ ഇല്ലമ്മേ. സജിയുടെ പ്രതിരോധം ദുർബലമായി. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എവിടെയാ നിങ്ങളുടെ കമ്പ്യൂട്ടർ? പറ. പ്രിയങ്കയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. മോൻ്റെ ഭാഗം പിടിച്ചു നിൽക്കാനാ നിങ്ങളുടെ ശ്രമമെങ്കിൽ ഇത് ഇവിടം കൊണ്ട് തീരില്ല. എത്ര കൊല്ലം നിങ്ങളുടെ മോൻ ജയിലിൽ കിടക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ? ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യത്തിൽ വരേണ്ടിയിരുന്നത് സൈബർ സെല്ലിൽ നിന്നുള്ള പോലീസുകാരാ. അത് വേണോ? എൻ്റെ ദൈവമേ. പ്രിയങ്ക നെഞ്ചിൽ കൈവച്ചു. അർച്ചന സജിയുടെ നേരെ നോക്കി. ഇവൾ തുണി മാറുന്ന വീഡിയോ ഇവൻ നെറ്റിൽ കയറ്റിവിടുമെന്ന്. നിനക്കതിന് ധൈര്യമുണ്ടെങ്കിൽ വിടടാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. അവളുടെ ശരീരത്തിൽ അടിവസ്ത്രമുണ്ട്. ഇതല്ലാതെ മറ്റൊന്നും നിന്റെ കയ്യിലില്ലല്ലോ. ഡ്രസ് മാറുമ്പോഴോ കുളിമുറിയുന്നോ ചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തിയ തിരിച്ചറിവുള്ള ഒരു പെണ്ണും ഭയന്നു പോവില്ല. അങ്ങനൊരു പെണ്ണും നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാരുടെ വലയിൽ വന്നു വീഴത്തുമില്ല.
നിനക്കെവിടെയാണടാ തെറ്റുപറ്റിയത്? സജി മുഖം കുനിച്ചു. എന്നെ പ്രിയങ്കയുടെ നേരെ ചെന്നു. നിങ്ങൾ അവൻ്റെ കമ്പ്യൂട്ടർ കാണിച്ചു തരുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ കോളിനായി അഡ്വക്കേറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മഹാപാവി, നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? മകനെ നോക്കി പ്രിയങ്ക ശപിച്ചു. അവൻ മുഖമുയർത്തിയില്ല. അതാ അവൻ്റെ മുറി. പ്രിയങ്ക കാണിച്ചു കൊടുത്തു. നിങ്ങൾ കൂടി വാ. അർച്ചന സജിയെ നോക്കി. നീ പൊയ്ക്കളയരുത്. കടന്നു കളഞ്ഞാൽ നീ അനുഭവിക്കും. താക്കീതുപോലെ പറഞ്ഞിട്ട് പ്രിയങ്കയെയും രേവതിയെയും കൂട്ടി അർച്ചന മുറിയിൽ കയറി. അവൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. അവൻ്റെ ലാപ്ടോപ്പ് എവിടെ? ഇല്ലെന്ന് പറയരുത്. വീഡിയോ ഡിലീറ്റ് ചെയ്യാനാ. ലാപ്ടോപ്പ് അവനില്ല. അർച്ചനയുടെ വിരലുകൾ മൗസിലൂടെ ദ്രുതഗതിയിൽ ചലിച്ചുകൊണ്ടിരുന്നു. അവളത് കണ്ടുപിടിക്കുമെന്ന് രേവതിക്ക് ഉറപ്പുണ്ടായിരുന്നു. കുറേ കാലം കോട്ടയത്ത് ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ അർച്ചന ജോലി ചെയ്തിരുന്നു. അർച്ചന വീഡിയോ ഓപ്പൺ ചെയ്തു. നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ രേവതി അത് നോക്കി നിന്നു. മുഴുവൻ വീഡിയോയും അവൾ പ്ലേ ചെയ്തു. അത് ഡിലീറ്റ് ചെയ്യ് ചേച്ചി, രേവതി കരച്ചിലോടെ പറഞ്ഞു. അർച്ചന വീഡിയോ ഡിലീറ്റ് ചെയ്തു. പിന്നെ അവൻ സൂക്ഷിച്ചിരുന്ന മുഴുവൻ ഫോട്ടോകളും ഡിലീറ്റ് ചെയ്തു. ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലെ മുഴുവൻ ഡേറ്റാസും അർച്ചന നശിപ്പിച്ചു കളഞ്ഞു. വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു പ്രിയങ്ക. അർച്ചന എഴുന്നേറ്റു. അവൻ്റെ മൊബൈലിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ്റെ ഭാവി അതോടെ തീരും. ഞങ്ങൾ വേറൊരു നാട്ടിൽ നിന്ന് വന്നവരാ. അതുപോലെ പോയെന്നും വരും. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരേയൊരു മകൻ്റെ ഭാവിയാ. പ്രിയങ്ക കൈകൂപ്പി കരഞ്ഞു. ഇനി ഒരു തെറ്റും അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അവൻ്റെ അമ്മയാ പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കണേ. ഇവളുടെ ഒരു ചിത്രമെങ്കിലും എവിടെയെങ്കിലും പ്രചരിച്ചെന്ന് അറിഞ്ഞാൽ ആ നിമിഷം വീട്ടുവാതിക്കൽ പോലീസെത്തും. ചിലപ്പോൾ അതിനു മുമ്പ് എത്തുന്നത് ഇവളുടെ അച്ഛനാവും. നിങ്ങളുടെ മോനെ മാത്രമല്ല, അവന് ജന്മം തന്നവനെയും ആ മനുഷ്യൻ വെട്ടിനുറുക്കും. ഡ്രൈവർ രാജപ്പൻ്റെ ചരിത്രം നിങ്ങൾക്കറിയില്ല. പ്രിയങ്ക ഭയന്ന് ചൂളി. അർച്ചന ചെന്ന് ചാരിയിരുന്ന വാതിൽ തുറന്നു. സജി പുറത്തേക്കുള്ള വാതിൽ ചാരി നിൽപ്പുണ്ട്. അർച്ചന അവൻ്റെ നേരെ ചെന്നു. ഇന്ന് രാത്രി അവൾ വീടിന് പുറത്തിറങ്ങി വരണോടാ. അവൻ പകിച്ചു. അവളെ മാത്രമാക്കണ്ടടാ. ഞാനും മറ്റൊരു പെണ്ണും ആ വീട്ടിലുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങി വരാമെടാ നാറി. നിന്റെ അസുഖം ഞങ്ങൾ തീർത്തു തരാം. മുഖം തിരിച്ചതും അർച്ചന അവൻ്റെ മുഖത്തടിച്ചു. രേവതി നടുങ്ങിപ്പോയി. ഇവളുടെ മുഖത്താണല്ലോ താനും അടിച്ചു പോയത്. സജി വെട്ടിത്തിരിഞ്ഞതും ചൂണ്ടുവിരൽ മുനിയിൽ അവൾ അവനെ അടക്കി നിർത്തി. നിന്റെ ജീവിതം ഇനി ഞങ്ങളുടെ കയ്യിലാണടാ. ആ ഫോൺ മാത്രം മതി ഞങ്ങൾക്ക്. നീ ഇത് ഓർത്തു വെച്ചോ. നിന്നെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. അരുതേ. പ്രിയങ്ക ഓടി വന്നു. ഫേസ്ബുക്കിലുള്ള നിന്റെ വ്യാജ അക്കൗണ്ട് ഉടൻ നിർത്തിക്കൂ. ഒരു ലയാ നായർ. മോൻ്റെ കയ്യിലിരിപ്പ് എന്താന്ന് അറിയോ നിങ്ങൾക്ക്? തന്തമാര് അന്യരാജ്യത്ത് ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന കാശുകൊണ്ടാ മക്കൾ ഇവിടെ വിലസുന്നത്. ഇവനെപ്പോലുള്ള കഴുകന്മാരെ തിരിച്ചറിയാൻ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്ക് കഴിയുന്നുമില്ല. ഇന്നലെ രാത്രി ഇവൾ പേടിച്ചിറങ്ങി ചെന്നിരുന്നെങ്കിൽ ഇവളുടെ ഭാവി എന്താകുമായിരുന്നു? പ്രിയങ്കയ്ക്ക് ഉത്തരമില്ലായിരുന്നു. ഇവനത് വീണ്ടും വച്ച് നടത്തിയനെ. പെണ്ണ് പിഴച്ചെന്നറിഞ്ഞാൽ അവളുടെ അച്ഛൻ മോളെയും കൊണ്ട് നേരെ ഇങ്ങ് പോരും. അതുകൂടി നിങ്ങളെപ്പോലെയുള്ള രക്ഷിതാക്കൾ ഓർക്കണം. ഇവിടെ വന്ന് താമസിക്കുന്നെന്ന് കരുതി ഞങ്ങളത്ര മോശക്കാരൊന്നുമല്ല. ഇനി അവൻ ഒരു ശല്യത്തിനും വരില്ല. അവൻ്റെ അമ്മയല്ലേ പറയുന്നത്. നിങ്ങൾ ചെല്ല്. പ്രിയങ്ക ആവർത്തിച്ച് കേണു പറഞ്ഞു. നിങ്ങൾ സൂക്ഷിച്ചോ. ഈ മോനെ നിങ്ങൾക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അമ്മ പെങ്ങന്മാരൊന്നും ഇവനൊരു വിഷയമല്ല. ഇവന് വേണ്ടത് പെണ്ണിൻ്റെ ശരീരമാണ്. നിങ്ങൾ ഡ്രസ് മാറുന്ന സ്ഥലത്തും കുളിമുറിയിലും ഇവൻ ക്യാമറ കൊണ്ടുവയ്ക്കും. ആർക്കറിയാം നിങ്ങളുടെ മോനത് ചെയ്തിട്ടില്ലെന്ന്? നിങ്ങളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോയുമായിരിക്കും അവൻ കണ്ട് രസിക്കുന്നത്. അർച്ചന പരിഹസിച്ചു. പ്രിയങ്കയുടെ ഹൃദയം പിളർന്നുപോയി. ഈ വാക്കുകളിൽ കൂടുതൽ അവനെ എങ്ങനെ ശിക്ഷിക്കാനെന്ന് രേവതി ഓർത്തു. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പറയുന്നതാ. ഒരു ശ്രദ്ധയുണ്ടായാൽ നിങ്ങൾക്ക് നല്ലത്. പ്രിയങ്ക പൊട്ടിക്കരഞ്ഞു. വാ പോകാം. രേവതിയെ വിളിച്ചിട്ട് അർച്ചന ഇറങ്ങിപ്പോയി. പിന്നാലെ രേവതിയും നടന്നു. പ്രിയങ്കയുടെ അലമുറയും അടിയൊച്ചയും പിന്നിൽ നിന്ന് കേട്ടു. വീട്ടിലെത്തിയപ്പോൾ അർച്ചന പറഞ്ഞു. അവരോട് ഒടുവിൽ പറഞ്ഞത് അല്പം കടന്നുപോയി. മകൻ്റെ മുന്നിൽ വെച്ച് അത് വേണ്ടായിരുന്നു. അന്നേരം എനിക്കൊരു പെരുപ്പായിരുന്നു. അത് വേണമായിരുന്നു. ഇനി അവൻ ഇങ്ങനെയൊരു വൃത്തികേട് ആരോടും ചെയ്യരുത്. ചേച്ചിക്ക് ഇത്രയും കരുത്തുണ്ടെന്ന് ഞാൻ കരുതിയില്ല. കരുത്തുണ്ടായിരുന്നതല്ല, ഉണ്ടായി പോകുന്നതാ. പ്രതിരോധിക്കേണ്ടിടത്ത് തളർന്നു പോയാൽ പെണ്ണിൻ്റെ ജീവിതം അവിടെ തീർന്നു. അതൊരു വലിയ യാഥാർത്ഥ്യമാണെന്ന് രേവതിക്ക് തോന്നി. നിനക്ക് കുറച്ച് ധൈര്യവും സാമർഥ്യവും ഉണ്ടെന്ന് ഞാൻ കരുതി. വാചകത്തിലേ ഉള്ളൂ എന്ന് മനസ്സിലായി. അർച്ചന ചിരിച്ചു. ഞാനൊരു സ്വാർത്ഥയായിരുന്നു. എൻ്റെ കാര്യങ്ങൾക്കപ്പുറം ഒന്നിനും ഞാൻ വില കൽപ്പിച്ചില്ല. ആരുടെയും ജീവിതം എനിക്കൊരു വിഷയമല്ലായിരുന്നു.
അനിയത്തിയുടെ ഭാവിയെക്കുറിച്ചും ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ കണ്ണിൽ ഇരുട്ടായിരുന്നു. രേവതിയുടെ സ്വരം ചിലമ്പി. എല്ലാം പരിഹരിച്ചില്ലേ? നിന്നെ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് എനിക്ക്. 2 തവണയെ ചേച്ചി എന്നെ രക്ഷിച്ചത്. ഞാൻ ചെയ്ത കുറ്റം ചേച്ചി ഏറ്റെടുത്തു. ഇപ്പോൾ ഇങ്ങനെയൊരു അഗ്നിപരീക്ഷയിൽ നിന്നും മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. പൊറുക്കണേ ചേച്ചി എന്നോട്. കരഞ്ഞുകൊണ്ട് നിലത്ത് മുട്ടുമടക്കി രേവതി അർച്ചനയുടെ കാലുകളിൽ ചുറ്റിപ്പിടിച്ചു. ദൈവമേ, നീ എന്തായി കാട്ടുന്നത്? അർച്ചനയെ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ബലം പ്രയോഗിക്കേണ്ടി വന്നു. വിങ്ങിപ്പൊട്ടുന്ന അവളുടെ കണ്ണുകൾ തുടച്ചിട്ട് നെഞ്ചോട് ചേർത്തു. നിന്റെ നല്ല മനസ്സു മതി മോളെ എനിക്ക്. ഇവിടെ നിറങ്ങിപ്പോകുമ്പോൾ നീ എന്നെ ശപിച്ച് യാത്രയാക്കില്ലല്ലോ. അർച്ചന അവളെ തഴുകി ആശ്വസിപ്പിച്ചു. അവളും കരയുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. രേവതിക്ക് വന്ന മാറ്റം അമ്പരപ്പിച്ചത് അമ്പിളിയായിരുന്നു. അച്ചി ചേച്ചിയെ കടിച്ചു കീറാൻ നിന്നവളാണ് ആളാകെ മാറിപ്പോയത്. എല്ലാവരും കേൾക്കെ ഇപ്പോൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ശ്യാമളയ്ക്കും അത്ഭുതമായിരുന്നു. പലതവണ ചോദിച്ചിട്ടും തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു അർച്ചനയുടെ മറുപടി. റബ്ബർ തോട്ടത്തിൽ വെച്ച് ശ്യാമളയോട് അമ്പിളി പറഞ്ഞു, എന്താ അമ്മേ രേവതി ചേച്ചിക്ക് സംഭവിച്ചത്? കാര്യമായ എന്തോ നമ്മൾ അറിയാതെ ഉണ്ടായിട്ടുണ്ട്. നാളെ കൂടെ കഴിഞ്ഞാൽ അർച്ചനയെ കൊണ്ടുള്ള ശല്യം തീരുകയല്ലേ? അതോർത്താവും രേവതി വെറുപ്പൊക്കെ മാറ്റിവെച്ചത്. ചിരട്ടയിൽ നിന്ന് റബ്ബർ പാൽ വടിച്ചെടുക്കുമ്പോൾ ശ്യാമള പറഞ്ഞു, പോയാലും 4 മാസം കഴിഞ്ഞ് അച്ചി ചേച്ചി തിരിച്ചു വരില്ലേ? അതൊന്നുമല്ല അവൾക്ക് സംഭവിച്ചത്. ഇപ്പോൾ എന്നോടും അച്ചി ചേച്ചിയോടും കാണിക്കുന്ന സ്നേഹത്തിൽ തരിമ്പും കളങ്കമില്ല. അവൾക്കൊരു മാറ്റം വന്നെങ്കിൽ അത് നല്ലതാണെന്ന് നീ കരുത്. ശരിക്കും രക്തബന്ധമെന്ന് പറയുന്നത് കൂടപ്പിറപ്പുകൾ തമ്മിലാണ്. ശ്യാമള അടുത്ത മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി. പാറപ്പുറത്ത് അമ്പിളി ചിന്താധീനയായി ഇരിപ്പു തുടർന്നു. പാതി ചാരിയിരുന്ന വാതിൽ തുറന്ന് രേവതി അടുത്തേക്ക് ചെന്നു. അർച്ചന കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവളെ കണ്ട് ചിരിയോടെ എഴുന്നേറ്റിരുന്നു. രേവതി അരികിലിരുന്നു. മുഖം വാടിയിരിക്കുന്നത് അർച്ചന ശ്രദ്ധിച്ചു. എന്തു പറ്റി? അച്ഛൻ നാളെ വരും. ചേച്ചിയെ ഇനി ഇവിടെ നിർത്തില്ല, നാളെ കൊണ്ടുപോകും. അത് വേണ്ടതല്ലേ? രേവതി അർച്ചനയുടെ കൈ പിടിച്ചു. ചേച്ചി കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. അച്ഛൻ്റെ മനസ്സിൽ വേറെ പദ്ധതികളാ. ചേച്ചിയെ പന്തളത്തേക്കൊന്നുമല്ല കൊണ്ടുപോകുന്നത്. തെന്മലയിൽ തന്നെ ഉൾപ്രദേശത്ത് എവിടെയോ ചായക്കട നടത്തുന്ന ഒരു സ്ത്രീയുടെ കൂടെയാ ചേച്ചിയെ താമസിപ്പിക്കാൻ പോകുന്നത്. അർച്ചനയ്ക്ക് ആശ്വാസമാണ് ഉണ്ടായത്. ഞാനും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അവൾ ചിരിച്ചു. പക്ഷെ ആ സ്ത്രീക്ക് ചേച്ചിയെ നോക്കുന്നതിന് കാശ് കൊടുക്കുന്നത് മറ്റൊരാളാ. അതാര് പറഞ്ഞുറപ്പിച്ച കച്ചവടമാ? ആര്? ചെവള രാഘവൻ. അർച്ചന നടുങ്ങി. അയാൾക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞത് നുണയാ ചേച്ചി. ചേച്ചിയുടെ പ്രസവം കഴിയാൻ വേണ്ടി അച്ഛനും അയാളും കാത്തിരിക്കുക. പ്രസവം കഴിഞ്ഞാൽ ഉടനെ അയാൾ ചേച്ചിയെ കൊണ്ടുപോകും. പ്രതിഫലമായി അച്ഛന് അയാൾ കൊടുക്കാൻ പോകുന്നത് സെക്കൻഡ് ഹാൻഡ് ലോറിയാണ്. അർച്ചന തരിച്ചിരുന്നു. എൻ്റെ ദൈവമേ, അയാൾ ഇപ്പോഴും വിടാതെ പിന്നാലെയുണ്ടോ? അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അയാൾ ചേച്ചിയെ വലിയ വിലയ്ക്ക് വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുംബൈയിലുള്ള ആളുകളുമായി അയാൾ എല്ലാം പറഞ്ഞുറപ്പിച്ചിരിക്കുക. ഒരു ഉൾക്കിടലം അർച്ചനയെ പിടിച്ചുലച്ചു. രേവതി അർച്ചനയുടെ കൈ നെഞ്ചോട് ചേർത്ത് കെഞ്ചി. ഈ ഒരു ദിവസം മാത്രമേ ഈ ചേച്ചിക്കുള്ളൂ. എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടും ചേച്ചി. ചെവള രാഘവൻ്റെ കയ്യിലേക്കാണ് നാളെ ചേച്ചി പോകുന്നത്. ചേച്ചിയുടെ കാര്യത്തിൽ അച്ഛന് പിന്നെ ഉത്തരവാദിത്വവുമില്ല. കളഞ്ഞ് കൈ കഴുകുകയാണ് അച്ഛൻ ചെയ്യുന്നത്. അർച്ചന അറിയാതെ എഴുന്നേറ്റ് പോയി. ഒരു വൻ ചതിയാണ് താൻ അറിയാതെ അരങ്ങേറുന്നത്. ഈ വിവരം അച്ഛൻ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയ്ക്ക് പോലും ഇതറിയില്ല. നിങ്ങളുടെയൊക്കെ മുന്നിൽ അഭിനയിക്കുക അച്ഛൻ. ചേച്ചിയുടെ കുഞ്ഞിന് 10 ലക്ഷം രൂപയാണ് SP കൊടുത്ത വാഗ്ദാനം. കുഞ്ഞിനെ കൊന്നുകളയുമെന്ന അച്ഛൻ പറയുന്നത്. രേവതി അർച്ചനയെ പിടിച്ച് അഭിമുഖം നിർത്തി. നടുങ്ങിത്തരിച്ച് നിൽക്കുകയായിരുന്നു അർച്ചന. ചെവള രാഘവൻ്റെ കയ്യിൽ ചെന്ന് പെടാതെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുന്നതല്ലേ നല്ലത്? പരിചയത്തിലുള്ള ആരുമില്ലേ ചേച്ചിക്ക്? അർച്ചനയുടെ മനസ്സിൽ മുഖങ്ങളൊന്നും തെളിഞ്ഞില്ല. ഇങ്ങനെയൊരു അവസ്ഥയിൽ എനിക്ക് ആരഭയം തരും? നിറവയറോടെ ഒരു പെണ്ണിനെ ആരും കയ്യേൽക്കില്ല. അർച്ചന നിസ്സഹായിയായി. ചേച്ചി എന്ത് തീരുമാനിച്ചു? ഉത്കണ്ഠയോടെ രേവതി ചോദിച്ചു. ഒരു കാര്യം ഉറപ്പാണ്. ചെവള രാഘവൻ്റെ കാര്യം ചിറ്റപ്പൻ എന്നിൽ നിന്നും മറച്ചു വെച്ചതിൽ നിന്ന് എൻ്റെ പ്രസവം കഴിയുന്നതുവരെ അയാൾ രംഗത്ത് വരില്ല. ഞാൻ കടന്നു കളയുമോ എന്ന ഭയം അവർക്കുണ്ട്. അത് ഉറപ്പു തന്നെ. അച്ഛൻ എന്നോടത് പറഞ്ഞിരുന്നു. ചേച്ചിക്കൊരു സംശയം തോന്നാതെ അയാൾ മറഞ്ഞു നിൽക്കുകയുള്ളൂ. അച്ഛന് പ്രധാനം ചേച്ചിയുടെ സഹകരണമാണ്. കുഞ്ഞിനെ കൈമാറ്റം ചെയ്തിട്ടേ
ചേച്ചിയെ കൊണ്ടുപോവാൻ രാഘവനെ സമ്മതിക്കൂ. അയാൾക്ക് വേണ്ടതും പ്രസവം കഴിഞ്ഞ് കിട്ടുകയാണ്. രേവതി അനുകൂലിച്ചു. എന്തായാലും പ്രസവകാലം വരെ എനിക്ക് അവിടെ കഴിയാം. എല്ലാവരും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ. അതുവരെ ആരും എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ സുരക്ഷിതയായിരിക്കും. അർച്ചനയുടെ വാക്കുകളിലെ ആത്മവിശ്വാസം രേവതി ശ്രദ്ധിച്ചു. പ്രസവം കഴിഞ്ഞാലോ? പിന്നീടല്ലേ ഭയപ്പെടേണ്ടത്? അർച്ചന മന്ദഹസിച്ചു. 10 മാസം വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ കാത്തു സൂക്ഷിച്ചെങ്കിൽ പിന്നീട് അതിനെ രക്ഷപ്പെടുത്താനും എനിക്കറിയാം. ഈശ്വരൻ എനിക്കൊരു വഴി അപ്പോൾ കാട്ടിത്തരും. അച്ഛൻ്റെ ഓരോ നീക്കവും അപ്പോൾ ഞാൻ ചേച്ചിയെ അറിയിക്കാം. കുഞ്ഞിനെ കൈമാറാൻ ചേച്ചിക്ക് കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി അതിനെ വളർത്തണം. അതിൻ്റെ മുഖം കാണാൻ എനിക്കും കൊതിയായി. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കും അമ്പിളിക്കും വേണ്ടിയാ ചേച്ചി ജീവിതം ബലി കഴിച്ചത്. അല്ലായിരുന്നെങ്കിൽ ആരും കൊതിച്ചു പോകുന്ന ജീവിതം ചേച്ചിക്ക് കിട്ടുമായിരുന്നു. ആ കടപ്പാട് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ചേച്ചിക്കൊരാപത്ത് വന്നാൽ കൂടെ ഞാനും ഉണ്ടാവും. സത്യം. അർച്ചന മൃദുവായി അവളുടെ ശിരസ് തഴുകി. ചേച്ചി പോകുമ്പോൾ ഞാൻ എൻ്റെ ഫോൺ തന്നുവിടാം. ഒരു സുരക്ഷയ്ക്ക് അത് വേണം. അതൊന്നും വേണ്ട മോളെ. ഇവിടെ ആകെയുള്ളത് നിൻ്റെ ഫോണല്ലേ. കളഞ്ഞു പോയെന്ന് ഞാനൊരു കളവ് പറഞ്ഞാൽ പോരെ? അച്ഛനൊരു ഫോണും സിം കാർഡും വാങ്ങിത്തരും. ഇത് ഞാനും ചേച്ചിയും അമ്പിളിയും മാത്രം അറിഞ്ഞാൽ മതി. അവൾ പറയുന്നത് നല്ല കാര്യമാണെന്ന് അർച്ചനയ്ക്ക് അറിയാമായിരുന്നു. ഡോക്ടർ ഹിമ വാസുദേവാണ് തൻ്റെ ആകെയുള്ള ആശ്രയം. പ്രസവം കഴിഞ്ഞാലുടൻ അവരെ വിളിക്കേണ്ടി വരും. ആ സമയം പുറത്തുപോയി ഫോൺ ചെയ്യാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. ഇവിടുത്തെ കാര്യം ആലോചിക്കാനൊന്നുമില്ല. രേവതി തീരുമാനം ഉറപ്പിച്ചു. രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ രാജപ്പൻ ലോറിയുമായി വന്നു. പറഞ്ഞതിൽ നിന്ന് ഒരു ദിവസം മുമ്പേ ആയിരുന്നു അയാളുടെ വരവ്. വീടിന് മുന്നിലെ ഇടുങ്ങിയ റോഡിൽ അയാൾ വണ്ടിയിട്ടു. അയാൾ കയറി വരുന്നത് വരാന്തയിൽ നിന്ന് ശ്യാമളയും രേവതിയും കണ്ടു. രാജപ്പൻ വീട്ടിൽ കയറിയപ്പോൾ ശ്യാമള ചെന്ന് ബാഗ് വാങ്ങി. ഷർട്ടഴിച്ച് ശ്യാമളയുടെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ കസേരയിലിരുന്നു. ശ്യാമള അകത്തേക്ക് പോയി. അച്ഛൻ ഇനി എന്നാ പോകുന്നത്? രേവതി ചോദിച്ചു. നാളെ പോണം. വൈകിട്ട് സേലത്തേക്ക് ഓട്ടമുണ്ട്. അതല്ലേ ലോറിയും കൊണ്ടുപോകുന്നത്. അർച്ചനയുടെ കാര്യം എങ്ങനെയാ അച്ഛാ? വന്നിട്ടല്ലേ അവളെ കൊണ്ടുപോകൂ. നീ ധൃതി കൂട്ടണ്ട. അവളെ കൊണ്ടുപോകാനാ ഞാൻ ലോറിയുമായി വന്നത്. അയാൾ ചിരിച്ചു. അതൊരു കൊലച്ചിരി പോലെ അവൾക്ക് തോന്നി. ശ്യാമള ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി വന്നു. തിരിച്ചു വന്നിട്ട് പോരെ? ശ്യാമള ചായ കൊടുത്തിട്ട് ചോദിച്ചു. രാജപ്പന് കലി കയറി. മിണ്ടിപ്പോകരുത്. അവളുടെ പേരെടുപ്പും ഇവിടെ വെച്ചാകാമടി. നാളെ വെളുപ്പിന് പന്തളത്തേക്ക് പോകണം. തയ്യാറായിരിക്കാൻ അവളോട് ചെന്ന് പറയടി. അയാൾ അട്ടഹസിച്ചു. ശ്യാമള പതുക്കെ അകത്തേക്ക് വലിഞ്ഞു. മുറിയുടെ വാതിൽക്കൽ അർച്ചനയും അമ്പിളിയും നിൽപ്പുണ്ടായിരുന്നു. അവളെപ്പറ്റി അയൽക്കാർ ചോദിച്ചാൽ എന്നാ പറയാനാ തീരുമാനം? രാജപ്പൻ രേവതിയെ നോക്കി. കോട്ടയത്ത് അവൾക്കൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ പോരെ? പ്രസവം കഴിഞ്ഞ് അവളിങ്ങ് വരില്ലേ? അത് കൊള്ളാം. ഏതെങ്കിലും മരുന്ന് കമ്പനിയിൽ പണി കിട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും അതേ പറയാവൂ. ശരിയച്ചാ. രേവതി അകത്തേക്ക് പോയി. അത്താഴത്തിനിരിക്കുമ്പോൾ അമ്പിളി കണ്ണു തുടച്ചുകൊണ്ടിരുന്നു. മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? 2-3 മാസം കഴിയുമ്പോൾ ചേച്ചി ഇങ്ങ് വരില്ലേ? അർച്ചന അവളെ ആശ്വസിപ്പിച്ചു. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അമ്പിളിക്ക് അറിയില്ലെന്ന് രേവതി ഓർത്തു. ഇനി അർച്ചനയെ ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. ഒന്നും കഴിക്കാനാവാതെ പ്ലേറ്റുമെടുത്ത് രേവതി അടുക്കള ചൈപ്പിലേക്ക് പോയി. കരഞ്ഞു പോകരുതെന്ന പ്രാർത്ഥനയിലായിരുന്നു അർച്ചന. മുറിയിൽ വന്ന ബാഗിൽ അർച്ചന ഡ്രസ്സുകൾ ഒന്നൊന്നായി അടുക്കി വെച്ചു. നിറകണ്ണോടെ ചുവർ ചാരി രേവതി നിൽപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാനും അമ്മയും ചേച്ചിയെ കാണാൻ വരാം. കണ്ണു തുടച്ചുകൊണ്ട് അമ്പിളി പറഞ്ഞു. ചെല്ലുന്ന വീട്ടുകാരുടെ മനോഭാവം എങ്ങനെയാണോ ആവൂ. അമ്പിളിയുടെ ഉത്കണ്ഠ അറിഞ്ഞ് അർച്ചന ചിരിച്ചു. അവർ ചെയ്യുന്ന സഹായത്തിന് ചിറ്റപ്പൻ കാശ് കൊടുക്കില്ലേ? നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. എനിക്കവിടെ ഒരു കുറവും വരില്ല. വാതിൽ തുറന്ന് രേവതി കയ്യിലൊരു കടലാസ് പൊതിയുമായി വന്നു. ഇത് ബാഗിലേക്ക് വെക്കേ. എന്താ അത്? അർച്ചന വാങ്ങിയില്ല. രേവതി കടലാസ് പൊതി ബാഗിനുള്ളിൽ തിരികെ വെച്ചു. എൻ്റെ ഫോണാ. ചാർജറുമുണ്ട്. ഇതിലെ പൈസ തീരുമ്പോൾ ഞാൻ റീചാർജ് ചെയ്തോളാം. അമ്പിളിക്ക് രേവതിയെ കെട്ടിപ്പിടിക്കാൻ തോന്നി. ഇങ്ങനെയൊരു മനസ്സ് അവൾക്കുണ്ടാവുമെന്ന് കരുതിയതാണോ? ചേച്ചിയുടെ കയ്യിൽ ഫോണുള്ള കാര്യം ആ സ്ത്രീ അറിയാനേ പാടില്ല. ചിലപ്പോൾ മൊബൈൽ ഉണ്ടോയെന്ന് ചോദിച്ചെന്ന് വരും. ഇല്ലെന്ന് വേണം പറയാൻ. ഫോൺ സൈലൻറ്റ് മോഡിലാ. മനസ്സില്ലാ മനസ്സോടെ അർച്ചന തലയാട്ടി. ചേച്ചി വിഷമിക്കേണ്ട. ഒരു ഫോൺ വാങ്ങി തന്നിട്ടേ അച്ഛൻ പോകൂ. പുതിയ നമ്പർ ഞാൻ അപ്പോൾ തന്നെ മെസ്സേജ് ചെയ്തു തരാം. ചേച്ചി എവിടെയാണെങ്കിലും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. രേവതി പെട്ടെന്ന് കരഞ്ഞു പോയി.
അമ്പിളിക്ക് അമ്പരപ്പാണുണ്ടായത്. അർച്ചന അവളുടെ അരികിൽ ചെന്നപ്പോൾ രേവതി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അർച്ചന അവളുടെ തലമുടിയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു. ചേച്ചിക്ക് ഈ സ്നേഹം മതി മോളെ. തളർന്നു പോകുന്നെന്ന് തോന്നുമ്പോൾ രണ്ടനിയത്തിമാരുണ്ടെന്ന കരുത്ത് മനസ്സിലേക്ക് വരും. അർച്ചനയുടെ മിഴികൾ തുളുമ്പി. തോറ്റുപോകരുതേ ചേച്ചി. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ധൈര്യം സ്വന്തം ജീവിതത്തിലും കാട്ടണം. ഇനി ചേച്ചിക്ക് നോക്കാൻ അതേയുള്ളൂ. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വേണം. അതില്ലെങ്കിൽ ചേച്ചി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ നന്നായിട്ടറിയാം ഈ മനസ്സ്. അവർ രണ്ടാളും എന്തൊക്കെയോ തന്നെ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അമ്പിളിക്ക് തോന്നി. അവൾ ചെന്ന് രണ്ടുപേരെയും ചുറ്റിപ്പിടിച്ചു. പറ, എന്നെ നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ട്. പറ ചേച്ചി, ഞാൻ കൂടി അറിയട്ടെ. ഒന്നുമില്ല മോളെ. അർച്ചന അവളെയും തന്നോട് ചേർത്തു. അമ്പിളി പിന്നോട്ട് മാറി. ഉണ്ട്, നിങ്ങൾ എന്നോട് പറയാത്തതാ. പ്ലീസ് ചേച്ചി. അവൾ രേവതിയെ നോക്കി യാചിച്ചു. ചേച്ചി കുഞ്ഞിനെ എസ് പിക്ക് വിട്ടുകൊടുക്കില്ല. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞുമായി ചേച്ചി അവിടെ നിന്ന് ഓടിപ്പോകും. രേവതി പറഞ്ഞു. ഒരു നടുക്ക അമ്പിളിയിലുണ്ടായി. എങ്ങോട്ട് പോകും? അവളുടെ ഒച്ച വിറച്ചു. അറിയില്ല മോളെ. അന്നേരം ഈശ്വരൻ ഒരു വഴി എനിക്ക് കാട്ടിത്തരും. ഞാനും എൻ്റെ കുഞ്ഞും ജീവിക്കാനാ ദൈവനിശ്ചയമെങ്കിൽ ദൈവം തന്നെ വഴികാട്ടിയാവും. അമ്പിളി വാ പൊത്തി കരഞ്ഞു. പതുക്കെ, അച്ഛനിവിടെയുണ്ട്. രേവതി അവളുടെ തോളിൽ പിടിച്ചമർത്തി. ഞാൻ കാരണം ഒരു വർഷം അമ്പിളിക്ക് പാഴായി. അടുത്ത അധ്യയന വർഷം നീ മുൻകൈ എടുത്ത് അവളെ ഇഷ്ടമുള്ള കോഴ്സിന് ചേർക്കണം. ഒരു ജീവിതമാർഗം എനിക്കുണ്ടാവും. എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ നിന്റെ അക്കൗണ്ടിലിട്ട് തരാം. തയ്യൽ കൊണ്ട് മിച്ചം വരുന്നതും നീയും സുരുക്കൂട്ടി വെക്കണം. ഒരുപാട് സ്വപ്നമുണ്ട് നമ്മുടെ കുഞ്ഞനിയത്തിക്ക്. പഠിക്കാനുള്ള ബുദ്ധിയും ആഗ്രഹവും അവൾക്കുണ്ട്. അവൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഉയരത്തിൽ നമുക്ക് അവളെ കൊണ്ടെത്തിക്കണം. ഞാൻ അവൾക്ക് വാക്കു കൊടുത്തതാ. കൂടെ നിന്ന് ചെയ്യാനുള്ള വിധി ദൈവം എനിക്ക് തന്നില്ല. അർച്ചന രേവതിയോട് പറഞ്ഞു. നോക്കി നിൽക്കെ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ മനസ്സിനെയാണല്ലോ വിറ്റ് കാശാക്കാൻ അച്ഛനും ആഗ്രഹിക്കുന്നത്. ആ കാശ് കൊണ്ട് സ്വന്തം മക്കളുടെ വിവാഹം നടത്തുക. ഈ പാപത്തിൽ നിന്ന് അച്ഛൻ ഒരു ജന്മത്തും മോചനം കിട്ടുമെന്ന് തോന്നുന്നില്ല. ദൈവം തൻ്റെ കണ്ണ് തുറപ്പിക്കാതിരുന്നെങ്കിൽ താനും ശപിക്കപ്പെട്ടവളായി പോയേനെ. കേൾക്കുന്നുണ്ടോ? അർച്ചന ചോദിച്ചു. രേവതി തലയാട്ടിയപ്പോൾ മിഴികൾ തുളുമ്പി. എനിക്കിനി പഠിക്കുകയൊന്നും വേണ്ട, അമ്പിളി കരച്ചിലിനിടയിൽ പറഞ്ഞു. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത് മോളെ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും. 2-3 കൊല്ലത്തിനുള്ളിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പാ. പിന്നെ ഞാൻ ആരെ പേടിക്കാനാ? ചേച്ചിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാ. അല്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും ഭൂമിയിൽ നിന്ന് അന്യരായി പോവില്ലേ? കരഞ്ഞുകൊണ്ടും രേവതിയും അമ്പിളിയും അർച്ചനയുടെ നെഞ്ചിലേക്ക് ചേർന്നു. അവരെ പൊതിഞ്ഞു പിടിച്ച് രണ്ടുപേരുടെയും ശിരസുകളിൽ കണ്ണീരോടെ അവൾ ഉമ്മ വെച്ചു. ഭാഗ്യം കെട്ടവളല്ല താനെന്ന് അർച്ചനയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി അർച്ചനയ്ക്കൊപ്പമാണ് രേവതിയും അമ്പിളിയും ഉറങ്ങിയത്. അവളുടെ ഇരുവശത്തും രണ്ടുപേരും ചുറ്റിപ്പിടിച്ചു കിടന്നു. അർച്ചനയ്ക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ചെവള രാഘവൻ്റെ നിയന്ത്രണത്തിലാണ് നാളെ മുതൽ. രേവതി അത് പറയാതിരുന്നെങ്കിൽ താൻ ചതിക്കപ്പെട്ടു പോയേനെ. പന്തളത്തേക്കെന്നാണ് ചിറ്റപ്പൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. താൻ എവിടെയുണ്ടെന്ന് എസ് പിയോടും ചിറ്റപ്പൻ പറയും. തൻ്റെ ശരീരത്തിലും കുഞ്ഞിലും കണ്ണും നട്ട് 2 കഴുകന്മാരാണ് നിഴൽ പോലെ പിന്നാലെ പറക്കുന്നത്. 2 പേരുടെയും കണ്ണ് വെട്ടിച്ചു വേണം രക്ഷപ്പെട്ടു പോകാൻ. രക്ഷിക്കണേ ഈശ്വരന്മാരെ. അവളുടെ കൺകോടുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വെളുപ്പിന് 5 മണിയായപ്പോൾ ശ്യാമള വാതിലിൽ തട്ടി വിളിച്ചു. അർച്ചന എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. അവർ അകത്ത് വന്നു. കട്ടിലിൽ രേവതിയും അമ്പിളിയും എഴുന്നേറ്റിരിക്കുന്നത് കണ്ടു. നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? ശ്യാമള രേവതിയോട് അത്ഭുതത്തോടെ ചോദിച്ചു. അവൾ ഒന്നും പറയാതെ തലമുടി കെട്ടിവെച്ചു. 5:30 പോണമെന്ന അച്ഛൻ പറയുന്നത്. മോള് റെഡിയാവ്. ശ്യാമള സങ്കടപ്പെട്ടു. കുഞ്ഞമ്മ ചെല്ല്, ഞാൻ വന്നോളാം. ലോറിയിലാ മോളെ പോകുന്നേ? അല്ലെങ്കിൽ ഞാനും വന്നേനെ. നിനക്ക് ലോറിയിൽ വലിഞ്ഞു കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്സ് വേണ്ടേ? ശ്യാമളയിൽ ആദിയുണ്ടായി. അതൊന്നും സാരമില്ല. അവൾ ചിരിച്ചു. ശ്യാമള മുറി വിട്ടു. അർച്ചന പെട്ടെന്ന് പ്രഭാത കൃത്യങ്ങൾ കഴിച്ചു വന്നു. സാരി ചുറ്റിക്കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് രേവതിയും അമ്പിളിയും വന്നു. രേവതി പിന്നിൽ നിന്ന് അവളുടെ മുടി ചീകി കെട്ടിവെച്ചു കൊടുത്തു. ആരും ഒന്നും ശബ്ദിക്കുന്നുണ്ടായിരുന്നില്ല. അമ്പിളി ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ശ്യാമള ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുത്തു. ചെന്നാൽ ഉടൻ വിളിക്കണം. ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഒറ്റപ്പെട്ടു പോയെന്ന തോന്നൽ വേണ്ട. 3-4 മാസം മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് മോൾക്കിങ്ങ് വരാമല്ലോ. കുഞ്ഞമ്മയോട് അവൾക്ക് സഹതാപം തോന്നി. എനിക്കറിയില്ലേ കുഞ്ഞമ്മേ, അവൾ ഒരു കവിൾ ചായ കുടിച്ചിട്ട് പറഞ്ഞു. അമ്പിളി പെട്ടെന്ന് കരഞ്ഞു. കരയില്ലേ മോളെ,
അർച്ചന അവളെ ആശ്വസിപ്പിച്ചു. പ്രസവ സമയത്ത് എന്തായാലും ഞാനും വരും, ശ്യാമള പറഞ്ഞു. അവൾ തലയാട്ടിയിട്ട് കട്ടൻ ചായ മുഴുവനും കുടിച്ചു. ഇനി കുഞ്ഞമ്മയുടെ കൈകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയില്ല. സ്നേഹത്തോടെ അവസാനം തരുന്ന ദാഹജലമാണിത്. ഗ്ലാസ് വാങ്ങി ശ്യാമള പുറത്തേക്ക് പോയി. അടുത്ത ഭാഗം നാളെ.